നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊപ്പം എസ് ഐ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. വിളയൂർ തൂതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു സംഭവം. എസ് ഐ സുബീഷ് മോനാണ് മരിച്ചത്. വികസന പാതയിലായിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം വികസനം മുടങ്ങിയെന്ന് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. വികസന തടസ്സമില്ലാത്ത മണ്ഡലമാക്കി പാലക്കാടിനെ മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു. വന്യജീവികൾ കുടിവെള്ളം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനത്തിനുള്ളിൽ കുളം നിർമ്മിച്ച് വനം വകുപ്പ്. സൈലന്റ് വാലി വനത്തിൽ തിരുവിഴാംകുന്ന് കരടിയോട് ഭാഗത്താണ് കുളം നിർമ്മിച്ചിരിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. വിളയൂർ തൂതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കൊപ്പം എസ് ഐ സുബീഷ് മോൻ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. തൃശൂർ മാള സ്വദേശിയാണ്. 1 മാസം മുൻപാണ് സുബീഷ് മോൻ കൊപ്പം എസ് ഐ ആയി ചാർജ് എടുത്തത്. കരിങ്ങനാട് കുണ്ടിലായിരുന്നു താമസം. വിളങ്ങോട്ടുകാവിലെ താലപ്പൊലിയോടനുബന്ധിച്ച് തൃശൂർ മാളയിൽ നിന്നുമുള്ള കുടുംബവും ഇവിടേക്ക് എത്തിയിരുന്നു. കുട്ടികളുമൊത്ത് പുഴയിലേക്ക് പോയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിയ സുബീഷ് മോനെ ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ പുലാമന്തോൾ ഭാഗത്തു നിന്നുമാണ് കണ്ടെത്തിയത്. തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. വികസന പാതയിലായിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമുണ്ടായ വികസന മുടക്കം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവുകയെന്ന് പാലക്കാട് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. പട്ടാമ്പിയിൽ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷമായി തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു. വികസന തടസ്സമില്ലാത്ത മണ്ഡലമാക്കി പാലക്കാടിനെ മാറ്റണം. ഇതിനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും A. വിജയരാഘവൻ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ ഒരുപാട് പുതിയ സാധ്യതകൾ രൂപപ്പെടുത്താൻ കഴിയുന്ന ഒന്നാണ് പാലക്കാട്. ഈ പ്രദേശം ആ സവിശേഷതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് സംബന്ധിച്ചിടത്തിൽ കേന്ദ്ര കേരള ഗവൺമെന്റുകളുടെ കൂട്ടായ്മയിലൂടെ വികസനപരമായി മുന്നോട്ട് കൊണ്ടുവരികയാണ്. കഴിഞ്ഞ കുറേ കാലമായി നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു ഇടവേളയില്ലായ 5 വർഷമാണ് പിന്നിട്ടത്. ആ ഇടവേള UDF-യുടെ ജയിച്ചതിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പണ്ട് മുതൽ പല കോൺഗ്രസുകാരും BJP-യുടെ ബന്ധുക്കളാണ്. K. കരുണാകരനും മാരാർജിയും ബന്ധുക്കളായിരുന്നുവെന്ന കാര്യം ഇപ്പോൾ BJP-യിലേക്ക് പോയ പത്മജ വേണുഗോപാൽ പറയുമ്പോഴാണ് അറിയുന്നതെന്നും A. വിജയരാഘവൻ പരിഹസിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തൃശൂർ നിയോജകമണ്ഡലത്തിൽ സ്ഥാനാർത്ഥി കൂടിയായിരുന്നല്ലോ ശ്രീ K. കരുണാകരന്റെ മകൾ പത്മജ. BJP-ക്ക് ചേരാൻ പോയതെങ്ങനെയാ? KPCC ഓഫീസിൽ നിന്ന് ഇറങ്ങി സ്വന്തം വീട്ടിൽ പോയി കരുണാകരന്റെ ചിത്രത്തിൽ മാലട്ട് ഡൽഹിയിൽ പോയി നദ്ദയിൽ അവിടെ ചെന്ന് ജാവ്ദേക്കറിന്റെ കയ്യിൽ നിന്ന് BJP-ക്കുള്ള ഒരു കടലാസ് ഇടയ്ക്കരി കൊടുക്കുന്നുണ്ട്. പേപ്പറിൽ ഇടയ്ക്കരിയാണ് ടിവിയിൽ. അവിടെ പോയി ആ മറ്റേ കാവിയുള്ള ഇതൊക്കെ സ്വീകരിച്ച് നേരെ തിരിച്ചു വന്ന് വിമാനത്താവളത്തിൽ ഇറങ്ങി മാരാർജി ഭവനിൽ പോയി KG മാരാരും എൻ്റെ അച്ഛനും ബന്ധുക്കളായിരുന്നു എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുന്ന ദൈന്യതയ്ക്കും നമ്മുടെ സാക്ഷികളാണ്. ഞാൻ ഇത്ര കാലം നമ്മുടെ K. കരുണാകരൻ മാരാരാണെന്ന് ഞാൻ അറിയില്ല. ഇന്നലെ ഇവര് വികസിപ്പിച്ചപ്പോഴാണ് ഞാനിങ്ങനെ മാരാരുടെ ഒരു ഭൂതകാലം. ഞങ്ങൾ ബന്ധുക്കളാണ്, മനസ്സിലായില്ലേ? ഞങ്ങൾ പണ്ടേ ബന്ധുക്കളാണ്, പല കോൺഗ്രസുകാരും BJP-ക്കാരും എന്ന വസ്തുത നമുക്കെല്ലാം മനസ്സിലാക്കി തന്നു ആ പ്രസ്താവന. മോദി സർക്കാർ ഒരു തവണ കൂടി അധികാരത്തിൽ വരുന്നത് എന്ത് വില കൊടുത്തും തടയണമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസിന്റെ മുഖമുദ്രയെന്ന് അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ MP. കോൺഗ്രസ് പ്രവർത്തകരെ BJP-യിലേക്ക് എത്തിക്കുന്ന ട്രാവൽ ഏജൻസിയായാണ് കോൺഗ്രസ് ഓഫീസിന്റെ പ്രവർത്തനമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പട്ടാമ്പി നിയോജക മണ്ഡലം LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലത്തിനുള്ളിൽ ഒട്ടേറെ നേതാക്കന്മാർ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ ആ പട്ടികയൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. ഏറ്റവും അവസാനം 9 MLA-മാർ ഹിമാചൽ പ്രദേശിൽ കാലുമാറുന്ന സ്ഥിതിയുണ്ടായി. മനു അഭിഷേക് സിംഗ് എന്ന് പറയുന്ന കോൺഗ്രസിന് വേണ്ടി സാമാന്യം ഫ്രീ ആയിട്ട് കാര്യങ്ങൾ വാദിക്കുന്ന വക്കീൽ പറഞ്ഞു, രാത്രി അവർ എന്റെ കൂടെ ഭക്ഷണം കഴിച്ചു, രാവിലെ കഴിച്ചു, പക്ഷേ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവർ ഒരു ലജ്ജയുമില്ലാതെ BJP-ക്ക് വോട്ട് ചെയ്യുന്ന സ്ഥിതിയുണ്ടായി.
BJP പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദൗത്യം ഇന്ത്യ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ അവരെ സഹായിക്കുന്ന BJP-യിലേക്ക് ആളുകളെ അയച്ചുകൊണ്ടിരിക്കുന്ന, സത്യത്തിൽ കോൺഗ്രസ് ഓഫീസിനകത്ത് നിന്ന് ഒരു ട്രാവൽ ഏജൻസി ആരംഭിച്ച് ആ ട്രാവൽ ഏജൻസി വെച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും BJP-യിൽ എത്തിക്കുന്ന അപമാനകരമായ ഒരു ദൗത്യമാണ് കോൺഗ്രസ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ജനങ്ങൾ നല്ലതുപോലെ തിരിച്ചറിയേണ്ടതുണ്ട്. BJP-യെ കോൺഗ്രസ് നേരിടുന്നത് മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെയാണ്. പല സംസ്ഥാനങ്ങളിലും ഇതിൻ്റെ തെളിവുകൾ ദൃശ്യമാണ്. കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേക്കേറുന്ന സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. ഇത് ജനം തിരിച്ചറിയണം. BJP-യുടെ പ്രാതിനിധ്യം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് പകരം ഇടതുപക്ഷത്തിൻ്റെ പ്രാതിനിധ്യം കുറയ്ക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് P. സന്തോഷ് കുമാർ MP കുറ്റപ്പെടുത്തി. BJP-യുടെ പ്രാതിനിധ്യം കുറയ്ക്കുക എന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ദൗത്യത്തിന് വേണ്ടി ഇന്ത്യ ഒന്നായി പ്രവർത്തിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യം കുറയ്ക്കലാണ് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയെന്ന് ഒരു ലജ്ജയുമില്ലാതെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു സംഘം കോൺഗ്രസ് നേതാക്കന്മാർ ഇവിടെ വന്ന് മത്സരിക്കുന്നത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ സ്ഥാനാർത്ഥിയായി ആര് മത്സരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് അവരുടെ പൂർണ്ണമായ അവകാശമുണ്ട്. അത്തരം അവകാശങ്ങളിലൊന്നും ഇടപെടുന്ന ഒരു പാരമ്പര്യം ഇടതുപക്ഷ ജനാധിപത്യം. പട്ടാമ്പി സിത്താര ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് LDF പട്ടാമ്പി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CPM ഏരിയ സെക്രട്ടറി T. ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായി. LDF പാലക്കാട് പാർലമെന്റ് മണ്ഡല സ്ഥാനാർത്ഥി A. വിജയരാഘവൻ, മറ്റ് നേതാക്കളായ NN കൃഷ്ണദാസ്, A. രാമസ്വാമി, NP വിനയകുമാർ, OK സേതുലവി, K. പരമേശ്വരൻ, അഷ്റഫ് അലി വല്ലപ്പുഴ, ജയകൃഷ്ണൻ പടനായകത്ത് തുടങ്ങിയവരും സംസാരിച്ചു. വേനൽക്കാലമായതോടെ വന്യജീവികൾ കുടിവെള്ളം തേടി നാട്ടിലേക്കിറങ്ങാതിരിക്കാൻ വനത്തിനുള്ളിൽ വനംവകുപ്പ് കുളം നിർമ്മിച്ചു. സൈലന്റ് വാലി വനത്തിൽ തിരുവിഴാംകുന്ന് കരടിയോട് ഭാഗത്താണ് കുളം. വനത്തിൽ നിന്നും കരടിയോട് വഴി കാട്ടാനകൾ വെള്ളം തേടി നാട്ടിലേക്കിറങ്ങുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നടപടി. സൈലന്റ് വാലി റേഞ്ചും തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷനും സംയുക്തമായാണ് കരടിയോട് ഭാഗത്ത് വന്യജീവികൾക്കായി കുളം ഒരുക്കിയത്. വനത്തിൽ നിന്നും കരടിയോട് വഴി കാട്ടാനകൾ നാട്ടിലേക്കിറങ്ങുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് നടപടി. മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്തോടെ 5 മീറ്റർ വീതം നീളത്തിലും വീതിയിലും 2 മീറ്റർ ആഴത്തിലുമാണ് കുളം നിർമ്മിച്ചത്. ചതുപ്പ് നിലത്തിനടുത്തായതിനാൽ നിലവിൽ ജലസമൃദ്ധമാണ്. മാത്രമല്ല സമീപത്തെ നീർച്ചാലിലും വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളതിനാൽ വന്യജീവികൾക്ക് ഏറെ ഉപകാരപ്രദമാകും. വനവികസന ഏജൻസിയിൽ നിന്നും താൽക്കാലികമായി ലഭിച്ച തുക വിനിയോഗിച്ചാണ് കുളം നിർമ്മിച്ചത്. ഈ വർഷത്തെ കാലവർഷം ദുർബലപ്പെട്ടതും ഇടമഴ ലഭിക്കാത്തതിനാലും വനത്തിനകത്തും വരൾച്ച രൂക്ഷമാവുകയാണ്. ഈ സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ കിണറുകൾ നിർമ്മിക്കാൻ നിർദ്ദേശം നൽകിയതായി സൈലന്റ് വാലി ഡിവിഷൻ വൈൽഡ് ലൈഫ് വാർഡൻ S. വിനോദ് അറിയിച്ചു. ഇതിന്റെ സാധ്യത വനപാലകർ പരിശോധിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ 7ഓളം ബ്രഷ് വുഡ് തടയണകളും നിർമ്മിച്ചിട്ടുണ്ട്. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലും വനത്തിനകത്ത് ബ്രഷ് വുഡ് തടയണകൾ നിർമ്മിക്കാനുള്ള നീക്കങ്ങളിലാണ്. അതേസമയം വരൾച്ചയെ തുടർന്ന് കാട്ടിലെ ജലസ്രോതസ്സുകൾ വറ്റുന്ന ഘട്ടത്തിൽ പ്രത്യേകം കോൺക്രീറ്റ് ടാങ്കുകൾ നിർമ്മിച്ച് അതിലേക്ക് വെള്ളം നിറച്ചു വയ്ക്കുന്ന സംവിധാനം ഏർപ്പെടുത്തുന്നത് വന്യജീവികൾക്ക് ഗുണപ്രദമാകുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. വന്യജീവികളുടെ കാടിറക്കവും കാട്ടുതീ കണ്ടെത്താനുമായി മണ്ണാർക്കാട് റേഞ്ച് പരിധിയിൽ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തി വരികയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. നിരന്തരമായ നിരീക്ഷണവും കാടിറങ്ങുമ്പോൾ തന്നെ കാട്ടാനകളെ വനപാലകർ ചേർന്ന് തുരത്തുകയും ചെയ്യുന്നതിനാൽ കഴിഞ്ഞ 2 മാസത്തോളമായി തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കാട്ടാന ശല്യത്തിന് അയവ് വന്നിട്ടുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. സംയുക്ത ഇടതുപക്ഷ കർഷക സംഘടനകളുടെ ഷൊർണൂർ മണ്ഡലം കൺവെൻഷൻ ചെറുപ്പശ്ശേരിയിൽ നടന്നു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ജില്ലാ കമ്മിറ്റി അംഗം N. ജനാർദ്ദൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ചെറുപ്പശ്ശേരി ഏരിയ സെക്രട്ടറി N. രാജൻ, ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി P. സുധാകരൻ, KB സുഭാഷ്, C. വിജയകുമാർ, PA ഉമ്മർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. നാട്ടുകാരുടെ ഐക്യവും നന്മയും ഒരു നാടിന്റെ പ്രതീകമെന്ന് VK ശ്രീകണ്ഠൻ MP. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. സ്വന്തമായ കാര്യങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ ഒക്കെയാണ് മുൻഗണന എല്ലാവരും നൽകുക. പക്ഷെ ഇവിടെ കുട്ടികൾ, നമ്മുടെ NSSന്റെ കുട്ടികൾ 100 വിദ്യാർത്ഥികളാണ്. ഇവരെല്ലാവരും PTA ഭാരവാഹികൾ, പ്രിൻസിപ്പൽ, അധ്യാപകർ, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്,
അതുപോലെ വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ, അതിനേക്കാളുപരി ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരുടെയും ഒരു വ്യത്യാസമില്ലാതെ വലിയൊരു സഹകരണത്തോടു കൂടി ഏകദേശം 8 ലക്ഷം രൂപ 600 സ്ക്വയർ ഫീറ്റിനടുത്ത് ഒരു നല്ല ഭവനം ഒരുക്കിയത് ഈ നാടിൻ്റെ ഒരു നന്മയുടെ പ്രതീകമാണ്. ചടങ്ങിൽ കെ പ്രേംകുമാർ MLA പങ്കെടുത്ത് സംസാരിച്ചു. PTA പ്രസിഡന്റ് A മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C രാജിക, ഡോക്ടർ ജേക്കബ് ജോൺ, N രാജേഷ്, പ്രവീൺ S, KL ബേബി, A മുകുന്ദൻ, സ്കൂൾ മാനേജർ രാധാകൃഷ്ണൻ, ആര്യ PS, EB രമേശ്, അജിത് ശ്യാം, രമണി K, NK സീന, ജിജിമോൻ CK തുടങ്ങിയവർ സംസാരിച്ചു. 100 ദിവസം കൊണ്ട് സ്നേഹഭവനം നിർമ്മിച്ച കരാറുകാരൻ ഡിവൈൻ ബിൽഡേഴ്സ് ഓണർ രാജാമണിയെ MP ആദരിക്കുകയും സ്കൂളിന്റെ ദിശാപത്രം പ്രകാശനവും നിർവഹിക്കുകയും ചെയ്തു. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു. ബാങ്കിംഗ് മേഖലയിലെ സേവനങ്ങൾക്കൊപ്പം വിവിധ ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പദ്ധതികൾ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടപ്പാക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികൾ AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംസാരിക്കുന്നില്ല. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിലെ തന്നെ, മലപ്പുറം ജില്ലയിലല്ല, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളിലൊന്നാണ്. ആ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഡയമണ്ട് ജൂബിലി ആഘോഷ പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങുകയാണ്. നാടിൻ്റെ ജനങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ വിശ്വാസ്യതയാണ് ഓരോ ബാങ്കിൻ്റെയും വളർച്ച. ജനങ്ങളുടെ ബാങ്കാണ് സർവീസ് സഹകരണ ബാങ്കുകൾ. ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ അധിഷ്ഠിതമായിട്ടാണ് ബാങ്കുകൾ മുന്നോട്ട് പോകുന്നത്. ആ ഒരു വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. 60ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ബാങ്കിന്റെ ഡയമണ്ട് ജൂബിലി ടവറിന്റെ മാതൃകയും AP അനിൽകുമാർ MLA പ്രകാശനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് പച്ചിരി ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ പച്ചിരി ഫാറൂഖ് വിവരിച്ചു. ഈ ബാങ്കിങ് മേഖല വളർത്തുന്നതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ ബിസിനസ് മേഖലയിലേക്ക് വ്യാപിപ്പിക്കാനും അതിൻ്റെ ഭാഗമായി ഒരു ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു സ്റ്റേഡിയം കോംപ്ലക്സും കൂടെ തന്നെ ഒരു നല്ല ഒരു കൺവെൻഷൻ സെൻറ്റർ, ഒരു ആധുനിക വിദ്യാഭ്യാസ കോഴ്സുകൾ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ സമുച്ചയം, ഒരു ക്യാൻസർ ആശുപത്രി പോലുള്ള വലിയ ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ അതിൻ്റെ പ്ലാനും പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൂടി ആലോചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധ മേഖലകളിൽ ഈ ബാങ്കിൻ്റെ സാമ്പത്തിക ഭദ്രത മുന്നിൽ നിർത്തിക്കൊണ്ട് അതിൽ നീക്കിവെച്ച ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഈ പദ്ധതികളൊക്കെ തന്നെ ഈ ബാങ്കിൻ്റെ ഭരണസമിതിക്ക് കീഴിൽ അതിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് നടപ്പിലാക്കണം എന്നാണ് ബാങ്ക് ഭരണസമിതി തീരുമാനിച്ച് ഉദ്ദേശിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കിഡ്നി രോഗികൾക്കുള്ള പുതിയ പെൻഷൻ പദ്ധതിയായ കരുണയുടെ ഉദ്ഘാടനവും ചികിത്സാ ധനസഹായ വിതരണവും മഞ്ഞളാംകുഴി അലി MLA നിർവഹിച്ചു. ഡയമണ്ട് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വന്നൊരു പരിപാടി ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. വളരെ മനോഹരമായിട്ടൊരു കാര്യമാണ്. അതിൻ്റെ പേര് കരുണ എന്നാണ്. കരുണ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബാങ്കിൻ്റെ A ക്ലാസ് മെമ്പർമാർ ആർക്കെങ്കിലും കിഡ്നി പേഷ്യൻസ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാസം 2000 ഉറുപ്പ്യ പെൻഷൻ നൽകുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഒരു മിനി സർക്കാരിന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. സർക്കാർ പോലും കൊടുക്കുന്നില്ല. സർക്കാർ കൊടുക്കുന്ന 1000 ഉറുപ്പ്യ അല്ലെങ്കിൽ 1000 അത്രേ ഉള്ളൂ. ബാങ്ക് കൊടുക്കുന്ന 2000 ഉറുപ്പ്യ, ഒരു രോഗിക്ക് 2000 ഉറുപ്പ്യ എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഈ കിഡ്നി പേഷ്യൻ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ അടുത്തൊക്കെ ഉള്ള പല ആൾക്കാരും നമ്മൾ കാണാറുണ്ട്. ഈ രോഗം വന്നാൽ പിന്നെ ആ കുടുംബത്തിൻ്റെ സമ്പത്ത് മുഴുവനാണ് നശിച്ച് മുഴുവനാണ് പോകുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. പ്രതീക്ഷ പെൻഷൻ പദ്ധതി നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു.
ഭവന പദ്ധതിയിൽ പൂർത്തീകരിച്ച 3 വീടുകളുടെ താക്കോൽദാനവും നജീബ് കാന്തപുരം MLA നിർവഹിച്ചു. കേരളത്തിൻ്റെ വളരെ നീണ്ട പാരമ്പര്യമാണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികളും കോപ്പറേറ്റീവ് ബാങ്കുകളും. ഈ സഹകരണ സ്ഥാപനങ്ങൾ വഴി അനവധിയായിട്ടുള്ള നേട്ടങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് അതിൻ്റെ ചരിത്രപ്രധാനമായ ഒരു ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും 60 വർഷം പിന്നിട്ട ഒരു ബാങ്ക് എന്ന് പറയുന്നത് വളരെയേറെ എക്സ്പീരിയൻസിലൂടെ, വളരെയേറെ അനുഭവങ്ങളിലൂടെ കടന്നു പോയ ഒരു പ്രസ്ഥാനമാണ്. പ്രിയപ്പെട്ട പ്രസിഡന്റ് ഫാറൂഖ് സാഹിബ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ ഇത്രയേറെ വ്യത്യസ്തമായ മേഖലകളിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കിംഗ് സംവിധാനം, ഒരു സ്ഥാപനം നമുക്ക് കേരളത്തിൽ തന്നെ വേറെ കാണാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയേറെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ബാങ്ക് അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ബാങ്ക് പുതുതായി നിർമ്മിക്കുന്ന 3 വീടുകൾ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ പ്രഖ്യാപിച്ചു. സഹകരണ മേഖലയിൽ വളരെ ഐക്യത്തോടു കൂടി, വളരെ മാതൃകാപരമായി പാവപ്പെട്ട മനുഷ്യർക്ക് ഏറെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ മേഖല, വളരെ ഐക്യത്തോടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വളരെ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് പെരിന്തൽമണ്ണ. ആ നിലയിൽ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് തുടങ്ങി വെച്ചതിനെ കുറെ കൂടി പാവപ്പെട്ടവർക്ക് സഹായകരമാവുന്ന രൂപത്തിൽ ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഡി ക്ലാസ് അംഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ വി സുധാകരൻ വിതരണം ചെയ്തു. ബാങ്ക് സെക്രട്ടറി ശ്രീ ശശിധരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ഭരണസമിതി അംഗങ്ങളായ ചേരിയിൽ മമ്മിക്കുട്ടി, സി അബ്ദുൽ നാസർ, മൊയ്തു കിഴക്കേതിൽ, ഹനീഫ പടിപ്പുര, സമീർ വടക്കേതിൽ, വി അജിത് കുമാർ, ER സുരാദേവി, റെജീന അൻസാർ, സുൽഫത്ത് ബീഗം, അസിസ്റ്റന്റ് രജിസ്ട്രാർ രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. KPCC സെക്രട്ടറി വി ബാബുരാജ്, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ, നാലകത്ത് ബഷീർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A ആനന്ദൻ, നഗരസഭാ കൗൺസിലർ കൃഷ്ണപ്രിയ, ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, ഡോക്ടർ നീലാർ മുഹമ്മദ്, മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ, വ്യാപാര സംഘടനാ പ്രതിനിധികളായ PTS മൂസു, K സുബ്രഹ്മണ്യൻ, CK അൻവർ എന്നിവരും നാസർ കാരാടൻ, തെക്കത്ത് ഉസ്മാൻ, അഹമ്മദ് അലി, ഗോകുൽദാസ്, ശശികല തുടങ്ങിയവരും പ്രസംഗിച്ചു. സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ SEA പാലക്കാട് ജില്ലാ ജൂനിയർ ടാലന്റ് സെർച്ച് എക്സാം നടത്തി. ചെറുപ്പശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ നടന്ന പരിപാടി സുന്നി യുവജന സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയലക്കടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിൽ നിന്നും ടാലന്റായവരെ കണ്ടെത്തി അവർക്ക് പ്രത്യേക പരിശീലനം നൽകി ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന SEA പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ തങ്ങൾ അഭിനന്ദിച്ചു. IAS, IPS മേഖലകളിലേക്ക് പുതിയ വിദ്യാർത്ഥി സമൂഹത്തെ എത്തിക്കാനുള്ള പരിശ്രമം രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ സെക്രട്ടറിമാരായിട്ടും അതിൻ്റെ ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് എല്ലാ പള്ളിയിലും ദിവസം ഉണ്ടാക്കണം. എപ്പോഴും ദിവസത്തിൻ്റെ കാര്യം പറയാം. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും നൽകട്ടെ. ഏത് സംരംഭത്തിന് പോയാലും അദ്ദേഹത്തിൻ്റെ സംസാരം ആ വഴിക്ക് പോവുക. ഇൽമ മാത്രമല്ല, ആ ഇൽമ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ശേഷി നേടുക എന്നുള്ള അള്ളാഹു തആല ഓരോ വ്യക്തിയിലും രൂഢമൂലമാക്കിയ ആ ഒരു കഴിവുണ്ടാവും. ആ കഴിവ് പരിപോഷിപ്പിച്ചൊക്കെ നല്ല നീയത്തോടു കൂടി ദീനിനും സമുദായത്തിനും സമൂഹത്തിനും മൊത്തത്തിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾ വളരണം. SEA പാലക്കാട് ജില്ലാ പ്രസിഡന്റ് TR റസാഖ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MT സൈനുൽ ആബിദീൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. ട്രഷറർ MP അബ്ദുറഹ്മാൻ മാസ്റ്റർ, കുഞ്ഞു മുഹമ്മദ് വൈസി മോളൂർ, CS ഹൈദ്രോസ്, MM ബഷീർ, TP മുഹമ്മദ് കുട്ടി, EP ഷഹാബുദ്ദീൻ, ബഷീർ അമ്പാഴക്കോട്, നിസാർ അഹമ്മദ്, NC ബദറുദ്ദീൻ, ഷെരീഫ് താരിമി, K ഹിസ്ഹാഖ്, ഉമറുൽ ഫാറൂഖ്, സെയ്ദ് അൽ VP, AM മനഫ്, മുസ്തഫ കമാൽ എന്നിവർ പ്രസംഗിച്ചു. മുബഷിർ T, ഷിഹാൻ കാളമ്പാറ സെർച്ച് എക്സാമിന് നേതൃത്വം നൽകി. 1ാം സ്ഥാനത്തിന് 10,000 രൂപയും 2ാം സ്ഥാനത്തിന് 5,000 രൂപയും 3ാം സ്ഥാനത്തിന് 3,000 രൂപയും സമ്മാനമായി നൽകി. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും
ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും നൽകി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പ്രസ്ഥാനത്തിൻ്റെ സജീവമായ ഒരു കീഴ്ഘടകമാണ് സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ SEA. SEAയിൽ സമസ്തയുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് പോകുന്ന ഉദ്യോഗസ്ഥന്മാർ, അർദ്ധ സർക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അധ്യാപകർ, അതുപോലെ തന്നെ വക്കീലുമാർ, ഡോക്ടേഴ്സ് തുടങ്ങിയവരൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഘമാണ് SEA. ഈ പാലക്കാട് ജില്ലാ SEA ജൂനിയർ ടാലൻറ്റ് എക്സാം എന്ന പേരിൽ നമ്മുടെ കുട്ടികളെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വഴി അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതിനുള്ള വഴി കണ്ടെത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് ഈ എക്സാം സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും ഒക്കെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം ഉണ്ടെങ്കിലും എക്സിക്യൂട്ടീവ് ലെവലുള്ള IAS, IFS തുടങ്ങിയ ഉദ്യോഗ വൃത്തങ്ങളിലുള്ള ആളുകളുടെ ഒരു കുറവ്, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ആ കുറവ്, ബുദ്ധിപരമായ കുട്ടികളെ കണ്ടെത്തി ആ രംഗത്തേക്ക് അവരെ കൊണ്ടുപോവുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ടാലൻറ്റ് സെർച്ച് എക്സാം സംഘടിപ്പിച്ചത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. ആളുകൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റുകൾ മുതൽ ഗതാഗത സൗകര്യം, അതുപോലെ തന്നെ പലതരത്തിലുള്ള കുടിവെള്ള പദ്ധതികൾ, വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അങ്ങനെ വിവിധ തരങ്ങളിലായിട്ടുള്ള പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്യുന്നതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻകാലങ്ങളിലും ഇപ്പോഴും ചെയ്തു പോരുന്ന രീതി. കഴിഞ്ഞ വർഷങ്ങളിലും നല്ല രീതിയിലുള്ള പ്രൊജക്റ്റുകൾ അവലംബിച്ചിരുന്നത് നടപ്പിലാക്കുകയും ചെയ്തു. ആദ്യ വർഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പഠനോപകരണങ്ങൾ, മേശയും കസേരയും ഒക്കെ ആയി അങ്ങനെ, അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾ ഉൾപ്പെടുത്തിയിരുന്നു. ലാപ്ടോപ്പ് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് അത്യാവശ്യമാണ് എന്ന ഒരു അഭിപ്രായം ഗ്രാമസഭകളിലും അതുപോലെ തന്നെ വികസന സെമിനാറിനകത്തുമൊക്കെ നമുക്ക് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ വന്നു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷത്ത് സുവൈന അധ്യക്ഷയായി. പഞ്ചായത്ത് സെക്രട്ടറി ശ്രീകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി നിസാം TS, ഭരണസമിതി അംഗങ്ങൾ, CDS ചെയർപേഴ്സൺ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. ഖുർആൻ മാനവ സമൂഹത്തിനുള്ള വെളിച്ചവും മാർഗദർശന ഗ്രന്ഥവുമാണെന്ന് മസ്ജിദ് കൗൺസിൽ കേരള സെക്രട്ടറി മാലിക് ഷഹബാസ്. കടമ്പഴിപ്പുറം ഉമ്മനഴി മസ്ജിദുൽ ഹുദ മഹൽ കമ്മിറ്റി പുണ്യമാസം സമാഗതമാകുമ്പോൾ എന്ന പേരിൽ സംഘടിപ്പിച്ച ഇസ്ലാമിക പ്രഭാഷണ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ പിശാചിനെ ഇബാദത്ത് ചെയ്യരുത്, അവന് വഴിപ്പെട്ടു പോകരുത് എന്ന് ഞാൻ നിങ്ങളോട് കരാർ വാങ്ങിയിരുന്നില്ലേ? പിശാചിനെ കുറിച്ച് ഖുർആൻ അവൻ നിങ്ങളുടെ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവൻ നിങ്ങളുടെ ഏറ്റവും വ്യക്തമായ ശത്രുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്ന സന്ദർഭത്തിൽ നിന്ന് തന്നെ മനുഷ്യനോടുള്ള ശത്രുത പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയാണ് പിശാച്. ഇബ്ലീസിന്റെ ഈ ചരിത്രം ഖുർആനിലെ പല സൂറത്തുകളിലും പരാമർശിച്ചിട്ടുണ്ട്. വിശ്വാസികളെ കറകളഞ്ഞ മനുഷ്യരാക്കാനുള്ള പരിശീലന കളരിയാണ് റമദാൻ എന്നും മുഴുവൻ മനുഷ്യർക്കും താങ്ങും തണലുമാവേണ്ട ബാധ്യത വിശ്വാസികൾക്ക് ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹൽ കമ്മിറ്റി സക്കാത്ത് കമ്മിറ്റിയുടെ സഹായത്തോടെ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം മഹലിലെ മുതിർന്ന അംഗം ജമാൽ അട്ടക്കാട് നിർവഹിച്ചു. വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അംഗീകാരങ്ങൾ നൽകി ആദരിച്ചു. മഹൽ പ്രസിഡന്റ് കെ അബുൽ ജലാൽ അധ്യക്ഷത വഹിച്ചു. മഹൽ വൈസ് പ്രസിഡന്റ് KM ഇബ്രാഹിം, സെക്രട്ടറി M അബ്ദുൽ ഹക്കീം എന്നിവർ സംസാരിച്ചു. ഇനി വാണിജ്യ വാർത്തകൾ.
സാമ്പത്തിക ഇടപാടു രംഗത്ത് 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ST ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കോർപ്പറേറ്റ് മന്ദിരം ചെറുപ്പശ്ശേരി ഹൈസ്കൂളിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഇടപാടുകാരും ചടങ്ങിൽ പങ്കെടുത്തു. സാമ്പത്തിക ഇടപാട് രംഗത്ത് വിശ്വാസ്യതയുടെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് 20 വർഷത്തെ സേവന പാരമ്പര്യവുമായി ST ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കോർപ്പറേറ്റ് മന്ദിരം ചെറുപ്പശ്ശേരി ഹൈസ്കൂളിന് സമീപം ഞായറാഴ്ച പ്രവർത്തനം ആരംഭിച്ചത്. പ്രൗഢഗംഭീരമായി നടന്ന ചടങ്ങിൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ കോർപ്പറേറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ഹെഡ് ഓഫീസ് ഉദ്ഘാടനം ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രനും നിർവഹിച്ചു. എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് താളത്തിൽ കൂട്ടുന്ന ഒരാളാണ് ഞാൻ. പിഴക്കാത്ത താളം അത് കൊണ്ടു നടക്കലാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാട് നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കൃത്യമായി കൊണ്ടു നടപ്പ് അത് കൃത്യമായിട്ട് ഒരു താളത്തിലായിരിക്കും ജനങ്ങൾക്ക് ഏറ്റവും അധികം ഉപകരിക്കുന്ന വിഷയം. എന്തെല്ലാം പറഞ്ഞാലും ആദ്യമായിട്ട് മുന്നിൽ നടക്കുന്ന ഒരു വിഷയം സാമ്പത്തികമാണ്. അത് കൃത്യമായിട്ട് ST ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തരുന്നത് നമ്മൾ എന്തിനാണ് വേണ്ടി കൊട്ടാൻ പോകുന്നത്? ഈ കമ്പനിയുമായിട്ട് കഴിഞ്ഞ ഒരു 3-4 വർഷം കൃത്യമായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. ഈ നിങ്ങൾ നടത്തിയ കഠിന പ്രയത്നത്തിൻ്റെ ഫലമായി ഉയർന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അഭിവാദ്യങ്ങൾ, ആശംസകൾ. തുടർന്ന് നടന്ന യോഗത്തിൽ വെച്ച് ST ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഭാഗമാകുന്ന NBFCയുടെ പ്രകാശനം ST ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് MD സിനി പ്രസാദ് നിർവഹിച്ചു. ബിസിനസ് ഓപ്പറേഷൻസ് ഹെഡ് വിനോദ് കല്ലട അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് നിർധനരായ തിരഞ്ഞെടുക്കപ്പെട്ട 101 വ്യക്തികൾക്ക് ധനസഹായ വിതരണവും നടത്തി. ചെറുപ്പശ്ശേരി ആർദ്രം പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് VP ഹുസൈൻ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ ഷഹനാസ് ബാബു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് ഷംസുദ്ദീൻ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ കമ്മിറ്റി അംഗം KPM ഷംസുദ്ദീൻ, ST ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കൃഷ്ണപ്രസാദ്, മഞ്ജു നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ പൊതുരംഗത്തെ പ്രമുഖരും ഇടപാടുകാരും കുടുംബാംഗങ്ങളും സ്റ്റാഫും ചടങ്ങിൽ സന്നിഹിതരായി. $20,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയുമാണ് ST ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഓഫീസ് തുറന്നിട്ടുള്ളത്. ഗ്രാമസുരക്ഷാ നിധി ലിമിറ്റഡിൻ്റെ ചെറുപ്പശ്ശേരി ബ്രാഞ്ചും ഗ്രാമസുരക്ഷാ ഇൻ്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ്റെ ചെറുപ്പശ്ശേരി ബ്രാഞ്ചും ഇനി മുതൽ ST ടവറിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പ്രവർത്തിക്കുക. ഇടപാടുകാരുടെ സ്നേഹവും പിന്തുണയുമാണ് ST ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലെന്നും NBFCയിൽ ഉൾപ്പെടെ കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങുകയാണ് ലക്ഷ്യമെന്നും ST ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കൃഷ്ണപ്രസാദ് പറഞ്ഞു. വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിൻ്റെ പരിസമാപ്തിയാണെന്ന് ഇവിടെ കണ്ടിട്ടുള്ളത്. ഞങ്ങളെ ഉത്തരവാദിത്വം കൂടുകയാണ്. ജനങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും നമുക്ക് ഇതിനോടൊപ്പം അറിയിക്കുന്നു. എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായമാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു കോർപ്പറേറ്റ് ഓഫീസിലേക്ക് മാറാനും മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് പ്രചോദനമാവുന്നത്. അതിനെല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ നമ്മൾ ഉൾക്കടന്ന് വരാത്ത അതിഥികൾ തീർച്ചയായും ഇനിയുള്ള അവസരങ്ങൾ വരാം.
നമ്മൾ ഓഫീസൊക്കെ സന്ദർശിക്കണം. ഞങ്ങൾ എന്താണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ബിസിനസ് ഈ ആൾക്കാരെ കയ്യിൽ ഡെപ്പോസിറ്റ് വാങ്ങിച്ചിട്ട് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ വന്ന് നോക്കണം. അത് നിങ്ങളെയും കൂടി ഉത്തരവാദിത്തമാണ്. നമ്മൾ ഡെപ്പോസിറ്റ് സ്വീകരിച്ച് ലോണുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളും വന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ട് ഈ വക അവസരങ്ങൾ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നത്. അപ്പോൾ ഇനി എത്താൻ പറ്റാത്ത ആൾക്കാരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. വരിക, നമ്മളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഞങ്ങൾ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരുടെയും അനുഗ്രഹത്തിനും പ്രാർത്ഥനയ്ക്കും നന്ദി. കേന്ദ്ര സർക്കാർ അംഗീകൃത ധനകാര്യ സ്ഥാപനമായ ഗ്രാമസുരക്ഷാ നിധി ലിമിറ്റഡ് സാധാരണക്കാർക്ക് അനുയോജ്യമായ നിരവധി നിക്ഷേപ വായ്പാ പദ്ധതികളാണ് നൽകിവരുന്നത്. ചെർപ്പശ്ശേരി ആസ്ഥാനമായുള്ള കമ്പനിക്ക് നിലവിൽ കൊപ്പം, കടമ്പഴിപ്പുറം, ഒറ്റപ്പാലം, മണ്ണാർക്കാട്, ഒലവക്കോട്, പെരിന്തൽമണ്ണ, കുന്നംകുളം, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്. ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ഇന്ധന വിതരണം നടത്തുന്ന നയാര എനർജിയുടെ ഫ്യൂവൽ സ്റ്റേഷൻ പെരിന്തൽമണ്ണ പാതാക്കരയിൽ തുറന്നു. പെട്രോളും ഡീസലും വാഹനങ്ങളിൽ നിറയ്ക്കുന്നതിന് എല്ലാ സംവിധാനങ്ങളോടും കൂടി 24 മണിക്കൂറും സേവനവുമായാണ് പാതാക്കരയിൽ നയാര പ്രവർത്തിക്കുന്നത്. പെരിന്തൽമണ്ണ ചെർപ്പശ്ശേരി റോഡിലെ പാതായ്ക്കരയിൽ 24 മണിക്കൂറും സേവനവുമായി എല്ലാ സംവിധാനങ്ങളോടും കൂടിയാണ് നയാര ഫ്യൂവൽ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഉന്നത നിലവാരത്തിൽ പെട്രോളും ഡീസലും വിതരണം ചെയ്യുന്ന നയാര എനർജിയുടെ പെരിന്തൽമണ്ണയിലെ രണ്ടാമത്തെ ഔട്ട്ലെറ്റാണ് പാതാക്കരയിൽ തുറന്നത്. നയാര പെട്രോൾ ഡിവിഷണൽ മാനേജർ രാജീവ് കൃഷ്ണൻ ഫ്യൂവൽ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു. പാതാക്കര ഔട്ട്ലെറ്റ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് കൊളച്ചാലിൽ, PWC മുൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൊളച്ചാലിൽ മുഹമ്മദ് അലി, റിട്ടയർഡ് MVI രമേശ് M. ഗോപാലൻ, അമാന ജ്വല്ലറി മാനേജിംഗ് ഡയറക്ടർ മുസ്തഫ കമാൽ, ഡോക്ടർ മുഹീദ്ദീൻ, പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി PP സെയ്ദ് അലവി, ഡോക്ടർ ഹബീബ് K. സഹൽ തുടങ്ങിയവർ സംബന്ധിച്ചു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വലിയ വിതരണ ശൃംഖലയായ നയാരയിലൂടെ ഏറ്റവും മികച്ച ഇന്ധനമാണ് നൽകി വരുന്നത്. പരിചയസമ്പന്നരായ ജോലിക്കാർ നയാര കമ്പനിയുടെ സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായത്തോടെ കൃത്യമായ അളവും ഗുണമേന്മയും ഉറപ്പുവരുത്തിയാണ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നത്. ഡിസ്പെൻസറും സൗജന്യമായി എയറും നൈട്രജനും നിറയ്ക്കുന്നതിനും ഓയിൽ ചേഞ്ചിങ്ങിനും മറ്റും ഫ്യൂവൽ സ്റ്റേഷനിൽ സജ്ജമാണ്. കുടിവെള്ളം, വാഷ്റൂം സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫ്യൂവൽ സ്റ്റേഷനിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് കൊളച്ചാലിൽ പറഞ്ഞു. പെരിന്തൽമണ്ണയിലെ നയാര എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ച വിവരം എല്ലാവരെയും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ നയാര എനർജിയുടെ ഈ പരിശുദ്ധമായ എണ്ണ, ഡീസലും പെട്രോളും പരിശുദ്ധമായ ഈ എണ്ണ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ കൃത്യമായ അളവിൽ പരിചയസമ്പന്നരായ ജോലിക്കാരെ വെച്ച് കൃത്യമായ അളവിൽ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രത്യേകത തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഫ്രീ നൈട്രജൻ ഉണ്ട്, അതുപോലെ തന്നെ എയർ ചെക്കിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓയിൽ ചേഞ്ചിങ് ഉണ്ട്. വളരെ പെട്ടെന്ന് ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാനും ഉള്ള സൗകര്യം എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉദ്ഘാടന ദിവസം 101 ലിറ്റർ ഇന്ധനം
സൗജന്യമായി നൽകുന്ന സമ്മാന പദ്ധതിയും ഒരുക്കിയിരുന്നു. അലനല്ലൂരിലെ ഏറ്റവും വലിയ ഫുട്വെയർ ഔട്ട്ലെറ്റ് ഫുഡ് സ്റ്റെപ്പ് ഫുട്വെയർ ആൻഡ് ബാഗ്സ് ബാങ്ക് ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. മുഹമ്മദ് ജമാലുലൈലി തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. പാദരക്ഷകളുടെയും ബാഗുകളുടെയും അതിനൂതന കളക്ഷനുമായാണ് ഫുഡ് സ്റ്റെപ്പ് ഫുട്വെയർ ആൻഡ് ബാഗ്സ് അലനല്ലൂർ ബാങ്ക് ജംഗ്ഷനിൽ ഞായറാഴ്ച പ്രവർത്തനം ആരംഭിച്ചത്. മുഹമ്മദ് ജമാലുലൈലി തങ്ങൾ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ, വൈസ് പ്രസിഡന്റ് ആയിഷ ബി ആറാട്ടുതൊടി, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി അബ്ദുൽ സലീം, ഗ്രാമപഞ്ചായത്ത് അംഗം പി മുസ്തഫ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ബാബു മൈക്രോടെക്, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ കെ എ സുദർശനകുമാർ, റഷീദ് അലായൻ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും മാനേജ്മെന്റ് അംഗങ്ങളും സ്റ്റാഫും ചടങ്ങിൽ സന്നിഹിതരായി. മുഹമ്മദ് ജമാലുലൈലി തങ്ങൾ ആദ്യ വിൽപ്പന നടത്തി. യുവതലമുറയിൽ ട്രെൻഡിംഗ് ആയ മെൻസ് ആൻഡ് ലേഡീസ് ബൂട്ടുകളുടെയും എക്സിക്യൂട്ടീവ് ഷൂസിൻ്റെയും വലിയ കളക്ഷനാണ് ഫുഡ് സ്റ്റെപ്പിൽ ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ലെതർ കാഷ്വൽ ചെരുപ്പുകളും ഹാൻഡ് മെയ്ഡ് ചെരുപ്പുകളും ഇവിടെയുണ്ട്. വിവിധ മോഡലുകളിലും വർണ്ണത്തിലുമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള വെഡ്ഡിംഗ് ഷൂസ് ആൻഡ് ചപ്പൽസിൻ്റെ വലിയ കളക്ഷനും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ആവശ്യമായ ഷൂസുകൾ ഉൾപ്പെടെയുള്ള എല്ലാത്തരം പാദരക്ഷകളും ഇവിടെയുണ്ട്. കൂടാതെ വിവിധ മോഡലുകളിൽ ജനകീയമായ റബ്ബർ ചെരുപ്പുകളുടെ വിപുലമായ കളക്ഷനാണ് ഉള്ളത്. പോക്കറ്റ് ബാഗ്സ്, ട്രോളീസ്, ട്രാവൽ ആൻഡ് ഹാൻഡ് ബാഗ്, മെൻസ് പേഴ്സ്, ബെൽറ്റ് എന്നിവയുമുണ്ട്. കൂടാതെ സ്കൂൾ ബാഗ്, വാട്ടർ ബോട്ടിൽ തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളും ഫുഡ് സ്റ്റെപ്പിൽ ലഭ്യമാണ്. ചെരുപ്പുകൾക്ക് മാത്രമായുള്ള അലനല്ലൂരിലെ ഏറ്റവും വലിയ ഷോറൂമാണ് ഫുഡ് സ്റ്റെപ്പ് ഫുട്വെയർ ആൻഡ് ബാഗ്സ്. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും സ്ഥാപനത്തിനുണ്ട്. 3 വർഷമായി പുന്നക്കാട് ചുങ്കത്ത് പ്രവർത്തിക്കുന്ന ഫുഡ് സ്റ്റെപ്പ് സഹോദര സ്ഥാപനമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊപ്പം എസ് ഐ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. വിളയൂർ തൂതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു സംഭവം. എസ് ഐ സുബീഷ് മോനാണ് മരിച്ചത്. വികസന പാതയിലായിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം വികസനം മുടങ്ങിയെന്ന് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി എ വിജയരാഘവൻ. വികസന തടസ്സമില്ലാത്ത മണ്ഡലമാക്കി പാലക്കാടിനെ മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും വിജയരാഘവൻ പറഞ്ഞു. വന്യജീവികൾ കുടിവെള്ളം തേടി നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനത്തിനുള്ളിൽ കുളം നിർമ്മിച്ച് വനം വകുപ്പ്. സൈലന്റ് വാലി വനത്തിൽ തിരുവിഴാംകുന്ന് കരടിയോട് ഭാഗത്താണ് കുളം നിർമ്മിച്ചിരിക്കുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.